അമ്മക്ക സൂപ്പർ. രാത്രിയല്ല, ഏത് പാതിരാത്രിക്ക് വന്ന് കാണാൻ പറ്റുന്ന പടമാണ്. സീം പടമാണ്. നല്ല പിക്ചർ. എന്തോ നല്ല മേക്കിംഗ് ആണ്, നല്ല ആക്ടിംഗ് ആണ്. 3 പേര് നന്നായിട്ട് അടിപൊളി. ക്ലാസ് ഫിലിം. നല്ല അഭിനയം. അടിപൊളി. ഡയറക്ഷനും അതിന്റെ ആർട്ട് സെറ്റിംഗ് ഒക്കെ അടിപൊളി. നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു നല്ലതാവുള്ളൂ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണണം. സൂപ്പർ. അടിപൊളിയാണ് സിനിമ. അമ്മക്ക സൂപ്പർ. നല്ല മൂവിയാണ്. മമ്മൂട്ടി ഇല്ല, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. ലൈക്ക് നല്ല മൂവി. നല്ല സിനിമയാണ്. നല്ല സിനിമ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഫീൽ ചെയ്തില്ല. ഒരു കളറല്ല കാണുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നില്ല. നല്ലതായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അത് ഇന്ന് അവധി ആയതുകൊണ്ട്, നാളെ മറ്റന്നാളും അവധിയാണല്ലോ, അപ്പോൾ എന്തായാലും ഹൗസ്ഫുൾ ആയിരിക്കും. ശിവരാത്രിയല്ല, ഏത് പാതിരാത്രിക്ക് വന്ന് കാണാൻ പറ്റുന്ന പടമാണ്. സീം പടമാണ്. എന്താ പറയണ്ടേന്ന് അറിയത്തില്ല. ഹാപ്പിയാണ്. കാരണം ഞാൻ ഇന്നേ വരെ തിയേറ്ററിൽ പോയിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും കാണാൻ പറ്റുമെന്നും തോന്നുന്നില്ല. കാരണം ഇനി ഇറക്കാൻ സാധ്യതയില്ല. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്ററിൽ പോയി കാണാത്തവർ എന്തായാലും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കാരണം അതൊന്നും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അയ്യോ, ഒന്നും പറയണ്ട. സീറ്റ് ഫുള്ള്. ഞാൻ വന്നപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ആ ഷോ എടുക്കാതെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ഷോയ്ക്ക് കയറി കണ്ടതാണ്. എന്താ പറയുക, എല്ലാം കൊണ്ടും ഭയങ്കര ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ഒരു പടമാണ്. പിന്നെ നമ്മളിപ്പോൾ പടം ഇറങ്ങിയിട്ട് ഇത്ര ദിവസമായി. അപ്പം പല രീതിയിലുള്ള സ്പോയിലറോ കാര്യങ്ങളൊക്കെ ഓൺലൈനിലും പരിപാടിയിലൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഓൾറെഡി ഒരു സാധനം തോന്നും, ഇങ്ങനത്തെ പടമായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും സാധനം പോകുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് വന്നാലും അതിൻ്റെയൊക്കെ അപ്പുറത്താണ് പടം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ സ്റ്റോറി പോകുന്നതും. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് വരുന്നു. പിന്നെ അതിനൊരു വീണ്ടും ഒരു ടൈലൻ്റ് വരുന്നു. ഇതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ഏജിലും ഇതേപോലൊരു ക്യാരക്ടർ ചെയ്യാൻ മനസ്സ് കാണിച്ച മമ്മൂക്കയ്ക്ക് ഹാറ്റ്സ് ഓഫ്. കാരണം അതേപോലെ ഇപ്പം തമിഴിലാണേലും ഇപ്പം പ്രേമലു ഭ്രമയുഗ ഈ പടങ്ങളൊക്കെ തമിഴിലും ഇപ്പം ആൾക്കാർ പോയി കാണുന്നുണ്ട്. ഇതെങ്ങനെ പോയാലും 100 കോടി അടിക്കും. കാരണം തമിഴ് 100 കോടി അടിച്ചിരിക്കും. കാരണം ഇപ്പം മലയാളത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഒരുപക്ഷെ 100 കോടി കിട്ടാൻ ചാൻസ് കുറവ്. പക്ഷേ ഇപ്പോൾ തമിഴിലും ഈ മഞ്ഞുമൽ ബോയ്സിനൊപ്പം തന്നെ അത് മഞ്ഞുമൽ അത്ര ഹിറ്റായി നിൽക്കുന്നതുകൊണ്ട് തമിഴ് ആൾക്കാർ ഭ്രമയോഗത്തിനെ പറ്റി അധികം സംസാരിക്കുന്നില്ല. അതുകൊണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ തമിഴ് ആൾക്കാരും ഭ്രമയോഗം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ പടം ഏത് ലാംഗ്വേജിലാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഇന്ത്യൻ സിനിമ ഇപ്പം മലയാളത്തിൽ നിന്നൊരു ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മേക്കിങ്ങിൽ വന്നേക്കുന്ന ഒരു പടമാണ്.